ഈ മതം പഠിപ്പിച്ച വിഡ്ഢിതരങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു കാര്യം ശാസ്ത്രത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റിയതല്ല ഇവയൊന്നും പഠിപ്പിച്ചത്. ഈ മതത്തിലെ ഏറ്റവും വലിയ ആചാര്യന്മാരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അവരെയൊക്കെ നമ്മൾ പലപ്പോഴും വിളിക്കുന്ന ത്രികാലജ്ഞാനികൾ എന്നാ, അല്ലേ? എല്ലാ കാലത്തെയും ഈ ഒരു ത്രികാലജ്ഞാനിയും ഒരു ഇലക്ട്രിക് ട്രെയിനെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടില്ല. ഇൻ്റർനെറ്റിനെക്കുറിച്ച് വർത്തമാനം പറഞ്ഞ് ഒരു ത്രികാലജ്ഞാനിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ബഹിരാകാശ യാത്രയെക്കുറിച്ച് പറഞ്ഞ് ഒരു ത്രികാലജ്ഞാനിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പം വേണേൽ ന്യായീകരിക്കാം, നമ്മൾ ആകാശയാത്ര നടത്തിയത് അതിൻ്റെ പേരിലായിരുന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഇങ്ങനെ ഉരുണ്ട് കളിക്കുക അതിനകത്ത് കിടന്ന്. അതൊന്നും അല്ലെന്ന് നമുക്കൊക്കെ അറിയാം, അല്ലേ? ഇത് വളച്ചു കെട്ടി പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു ത്രികാലജ്ഞാനിക്ക് എല്ലാ ബോധം ഉണ്ടെങ്കിൽ കൃത്യമായിട്ടങ്ങ് പറഞ്ഞുകൂടെ 2022 അല്ലെങ്കിൽ 2024 ഇന്ത്യ ബഹിരാകാശത്തേക്ക് ആളെ വിടുമ്പോൾ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. കൃത്യമായിട്ടങ്ങ് പറഞ്ഞാൽ പോരെ? അറിയാമെങ്കിൽ. അറിയുന്നവർ വർത്തമാനം പറയും. ഇന്നത്തെ രാഷ്ട്രീയക്കാർ പോലും ഇത്രയൊക്കെ കൃത്യമായിട്ടാണ് പറയുന്നത്. എങ്കിൽ പിന്നെ ത്രികാലജ്ഞാനികളായ മനുഷ്യർക്ക് അല്ലെങ്കിൽ ദൈവങ്ങൾക്ക് അത് അന്നേ പറയാവുന്നതല്ലേ? അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് കെട്ടിച്ചമച്ച ഓരോ കാലഘട്ടത്തിൽ. ഇപ്പം നമുക്കറിയാം, ഒരു 50-100 കൊല്ലം മുമ്പ് പോലും ജീവിച്ചിരുന്ന മനുഷ്യർ യക്ഷി, പ്രേതം, എന്തൊക്കെ വിശ്വാസങ്ങളായിരുന്നു. നമ്മുടെ ഗ്രാമങ്ങളിൽ എത്രയോ യക്ഷികളുണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റി വന്നതോടുകൂടി ആ യക്ഷിയെല്ലാം പോയില്ലേ?